വലിയ കട്ട പീസ് ബീഫ് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളവും ചേർത്ത് 85% വേവുന്ന വരെ പ്രഷർ കുക്ക് ചെയ്യണം. പിന്നെ ക്യൂബ് സൈസിൽ കട്ട് ചെയ്ത് മുട്ട, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മൈദ, കോൺഫ്ലോർ ചേർത്ത് വിനീഗറും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. എണ്ണ നന്നായി തിളച്ച ശേഷം മാത്രമേ ബീഫ് ഇടാവൂ. റെസ്റ്റോറന്റുകളിലൊക്കെ കിട്ടുന്ന സ്റ്റൈല് ബീഫ് കൊണ്ടാട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഡ്രൈ ഫ്രൈ ആയ ബീഫ് കോരി മാറ്റി വെക്കണം. എണ്ണയിലേക്ക് നീളത്തിൽ അരിഞ്ഞ വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവോള, കറിവേപ്പില നന്നായി വഴറ്റണം. ഭംഗിക്ക് 3-4 പച്ചമുളകും കാശ്മീരി ചില്ലിയും ടൊമാറ്റോ സോസ് ഒഴിച്ച് ഇളക്കി നാരങ്ങ നീരും ഉപ്പും കറക്റ്റ് ചെയ്തിട്ട് അതിലോട്ട് ബീഫ് ഇട്ട് പിന്നെ നന്നായിട്ട് സോട്ട് ചെയ്യണം. ചതച്ച വറ്റൽമുളകും കുരുമുളക് പൊടിയും മല്ലിച്ചപ്പൂട്ട സംഭവം സെറ്റായി. റോസ്റ്റിംഗ് ആണല്ലോ പുതിയ ട്രെൻഡ്. അപ്പൊ കുറച്ച് റോസ്റ്റ് ചെയ്ത് അണ്ടിപ്പരിപ്പ് ഇടാം. ചൂട് പൊറോട്ടയോ അല്ലെങ്കിൽ നെയ്ച്ചോറോ കൂട്ടി എരിവുള്ള ബീഫ് അങ്ങോട്ട് കഴിക്കണം. ഫുഡ് അണ്ടർ സാബുവിനെ നിങ്ങൾ 2 വട്ടം വിളിച്ച് നന്ദി പറയും.